Mrs. Ruba George, the motivator, the guide for the youth, and Sister Lisa, പ്രിയപ്പെട്ട സിസ്റ്റർ ഷെറിൻ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, കണ്ടക്കടവ് അല്ലേ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ 2 വർഷമായി ഇവിടെ കനോസ്ത നേഴ്സറിയിൽ ആദ്യമായിട്ട് കുട്ടികൾ വീട്ടിൽ നിന്നും വിരിഞ്ഞ്, കുറച്ച് പേരൊക്കെ അംഗൻവാടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും വീട്ടിൽ നിന്നും വിരിഞ്ഞ് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരികയും ഏകദേശം 3/4 കുട്ടികളും കരച്ചിലോടുകൂടിയാണ് ആദ്യമായിട്ട് ഇവിടെ സ്കൂളിലേക്ക് വന്നു ചേർന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. KGയിലെ കുട്ടികളുടെ ചാർജ് എടുക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് 2024 ഞാൻ അപ്പോഴാണ് നിങ്ങളും ഇവിടെ വരുന്നത്. പുതുമുഖങ്ങളായിട്ടുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾ കുട്ടികളെ പരിചയപ്പെടുകയും അതുപോലെ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുവിടുമ്പോൾ കുറച്ച് പേര് മാത്രമാണ് അധികം വിഷമമില്ലാതിരുന്നത്. ബാക്കി എല്ലാ കുട്ടികളും കരഞ്ഞ് 1 വർഷം വരെ കരഞ്ഞവരും ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഇപ്പോഴേ നമ്മൾ നോക്കുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് ഓടിക്കളിക്കാനും ചാടി ഓടിക്കളിക്കുന്ന ഒരു കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കാണുന്നത്. അത്രയും കുട്ടികൾക്ക് നല്ലൊരു ഫ്രീഡം കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. കനോസ നഴ്സറി സ്കൂൾ കണ്ടക്കടവ് ഈ സ്കൂളിൻ്റെ ഗ്രാജുവേഷൻ ഡേയുടെ ഭാഗമാവാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ഇവിടെ ചെല്ലാനം സെൻറ്റ് മേരീസ് സ്കൂൾ, അതുപോലെ തന്നെ കണ്ണമ്മാലി, സെൻറ്റ് ജോസഫ്, ഒരുപാട് സ്കൂൾസിൽ ഈ ഏരിയയിൽ സന്ദർശിച്ചിട്ടുണ്ട്, ഈ കോസ്റ്റൽ ഏരിയയിൽ. പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ദിവസത്തിൽ, ഈ ഒരു കോൺവെക്കേഷൻ സെറിമണി UKGയുടെ നല്ലൊരു ബിഗിനിങ് ആണല്ലോ ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ മാർച്ച് 31, ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിങ്, പിന്നെ ഇലക്ഷൻ്റെ തിരക്ക് അല്ലേ, അത് പിന്നെ നമ്മുടെ നൊയമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ആഴ്ച ഹോളി വീക്ക്, പല രീതിയിൽ ഈ ഒരു ആഴ്ച നമുക്ക് എല്ലാവർക്കും പല തിരക്കുകളും പല രീതിയിലുള്ള ഓർമ്മപ്പെടുത്തലുകളുടെ ഒക്കെ ഒരു ആഴ്ചയാണ്. എൻ്റെ ജീവിതയാത്രയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലേ. AI, നിർമ്മിത ബുദ്ധിയുടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ജനറേഷൻ എന്ന് പറയുന്നത് ജെൻ ആൽഫ കൊച്ചുകുട്ടികൾ. ജെൻ ആൽഫ എന്ന് പറയുമ്പോൾ 13 വയസ്സിൽ താഴെയുള്ളവരാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച തലമുറ എന്ന് പറയുന്നത് ജെൻ സി ആണ്. ജെൻ സി എന്ന് പറയുമ്പോൾ 13 to 28 ആ ഒരു പ്രായത്തിൽ ഇടയിലുള്ളവരാണ്. 13ൻ്റെയും 28 വയസ്സിൻ്റെയും പ്രായത്തിലുള്ളവർ. അപ്പോൾ അതിൻ്റെ താഴെയുള്ളവരാണ് ജെൻ ആൽഫ. കഴിഞ്ഞ വർഷം ജനിച്ചവർ 2025 ജനിച്ചവർ ജെൻ ബീറ്റ. അങ്ങനെ അതിവേഗം തലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പേരൻസ് ജെൻ എക്സ് ആയിരിക്കും. 7 തലമുറയാണ് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡ് പേരൻസ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും. ഗ്രാൻഡ് പേരൻസ് ബേബി ബൂമേഴ്സ് ആ ഒരു തലമുറയാവാനാണ് ചാൻസ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചാണ് 7 തലമുറകൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. സൈലന്റ് ജനറേഷൻ, ബേബി ബൂമേഴ്സ്, ജനറേഷൻ എക്സ്, ജനറേഷൻ വൈ, ജെൻ സി, ജെൻ ആൽഫ, ജെൻ ബീറ്റ. യാത്ര ചെയ്തേ മതിയാകൂ. എന്നിരുന്നാലും കുറച്ച് ചിന്തകൾ ഇന്ന് നമ്മുടെ മുന്നിൽ ഇൻഫർമേഷൻ അറ്റ് യുവർ ഫിംഗർ ടിപ്സ് ആണ്. അതായത് ധാരാളം എന്തിൻ്റെയും ഒരു ഇൻഫർമേഷൻ നമ്മുടെ വിരൽ തുമ്പിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അറിവിനെക്കാട്ടിലും കൂടുതൽ തിരിച്ചറിവാണ് നമ്മുടെ തലമുറയ്ക്ക് ഇന്ന് വേണ്ടത്. അതായത് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ, എന്താണ് ഗുണം ചെയ്യുന്നത്, എന്താണ് ദോഷം ചെയ്യുന്നത്, ഈ ഒരു തിരിച്ചറിവ് പ്രത്യേകിച്ചും വിശുദ്ധ ബൈബിളിലുണ്ട്. ശലോമോൻ ദൈവത്തോട് ചോദിച്ചത് തിരിച്ചറിവ് തന്നെയാണ്. അതായത് തൻ്റെ ജനത്തെ ഭരിക്കാനുള്ള വിവേകം, ജ്ഞാനം, അറിവ്. ഈ ഒരു വിവേകം ദൈവം കൊടുത്തതിനോടൊപ്പം തന്നെ ശലോമോൻ ചോദിക്കാത്ത സമ്പത്ത്, പ്രശസ്തി, കീർത്തി, അധികാരം, ദീർഘായുസ്, ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. അപ്പം നമ്മൾ ദൈവത്തോട് ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഒക്കെ ഒരു ലോകമാണ്. ഇന്ന് കൂടുതലും നമുക്ക് നുണ സത്യമാക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ നുണ അർദ്ധസത്യങ്ങളുടെ ഒക്കെ ഒരു കാലഘട്ടം.
ഇന്ന് സത്യത്തെക്കാട്ടിലും കൂടുതൽ നുണയാണ് വിറ്റുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. തെറ്റിദ്ധാരണകൾ, അതുപോലെ ഭിന്നത, ശത്രുത, എനിമിറ്റി, ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ സത്യത്തിന് വേണ്ടി നിലനിൽക്കുക, അതിനോടൊപ്പം തന്നെ വികാരത്തോടു കൂടി പെരുമാറാതെ വിവേകത്തോടു കൂടി പെരുമാറണം. വിസ്ഡം, ഡിസ്ക്രീഷൻ. അപ്പൊ നമ്മുടെ കുഞ്ഞുമക്കൾക്കും നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത് അതാണ്. ഇന്നത്തെ ലോകത്ത് വഴി തെറ്റിപ്പോകാനാണ് കൂടുതലും ചാൻസ്. നേരായ വഴിക്ക് പകരം വഴി തെറ്റിക്കുന്ന രീതിയിൽ ആണ് നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കണം. ഞാൻ ഒരു കുഞ്ഞു കഥ ഇപ്പോൾ ഓർക്കുകയാണ്. 1920s ചാർലി ചാപ്ലിൻ, നിങ്ങൾക്ക് അറിയാലോ, ചാർലി ചാപ്ലിൻ്റെ ഒരു ഫാൻസി ഡ്രസ് ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാലിഫോർണിയയിൽ 1920s. അപ്പൊ അതിൽ ഏറ്റവും മികച്ചതായിട്ട് ചാർലി ചാപ്ലിൻ ആയിട്ട് അവതരിപ്പിച്ച് വരുന്ന ആൾക്കാണ് 1ാം സമ്മാനം കിട്ടുന്നത്. അപ്പൊ ഇതറിഞ്ഞ ചാർലി ചാപ്ലിന് ഒരു കൗതുകം തോന്നിയിട്ട് അദ്ദേഹം ഒരു രഹസ്യ പേരിൽ അനോണിമസ് ആയിട്ട് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തു. അപ്പോൾ എല്ലാവരും മത്സരിച്ചാടുകയാണ് ആർക്കാണ് ഏറ്റവും മികച്ചതായിട്ട് ചാർലി ചാപ്ലിന്റെ വേഷവും നടപ്പും, പാവയ്ക്ക് ഇങ്ങനെ താക്കോല് കൊടുത്ത പോലെയുള്ള നടപ്പും സ്റ്റൈലും തൊപ്പിയും വടിയും ഒക്കെ ഏറ്റവും മികച്ചതായിട്ട് ആർക്കാണ് അവതരിപ്പിക്കാൻ പറ്റുന്നത് എന്ന് എല്ലാവരും മത്സരിക്കുകയാണ് ഈ ചാർലി ചാപ്ലിൻ മത്സരത്തിൽ. ഇതിനോടൊപ്പം യഥാർത്ഥ ചാർലി ചാപ്ലിനും മത്സരത്തിലുണ്ട്, അനോണിമസ് ആയിട്ട് രഹസ്യ പേരിൽ. അപ്പൊ മത്സരത്തിന്റെ വിധി വന്നപ്പോൾ യഥാർത്ഥ ചാർലി ചാപ്ലിന് 25ാം സ്ഥാനമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ ലോകത്തിന് നുണയാണ്, അതായത് കൂടുതലും സത്യത്തെക്കാട്ടിലും കൂടുതൽ നുണയാണ് വിജയിക്കുന്നത്. എന്നിരുന്നാലും സത്യമല്ലാതെ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തിരിച്ചറിവാണ് ഇന്ന് ആദ്യം വേണ്ടത്. അപ്പൊ 1ാമത്തെ ചിന്ത ഞാൻ നിങ്ങളോട് പറയുന്നത് തിരിച്ചറിവ്. വികാരത്തെക്കാട്ടിലും കൂടുതൽ വിവേകത്തോടു കൂടി ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുക. 2ാമത്തെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള ഒരു ഹൃദയം. പരാതിയും പരിഭവങ്ങളും പിറുപിറുക്കലും മെർമറിങ്ങും ഗ്രംബ്ലിങ്ങും ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നന്ദിയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും ഹൃദയവും നമ്മുടെ ചുറ്റുപാടും കുടുംബവും എപ്പോഴും കാനായിലെ കൽഭരണിയിൽ വെള്ളം ഒഴിച്ച പോലെ അത് എപ്പോഴും നിറഞ്ഞായിരിക്കും ഇരിക്കുന്നത്, ഒരു കുറവും ഉണ്ടാവില്ല. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. 3ാമത്തെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ താഴ്മയുള്ള ഒരു മനോഭാവം. എളിമ, താഴ്മ, വിനയം, ഹ്യൂമിലിറ്റി, സിംപ്ലിസിറ്റി, ഹംബിൾ, ഇങ്ങനെയുള്ള താഴ്മയാണ് വേർച്യൂസിൽ ഏറ്റവും ക്വീൻ ഓഫ് ദ വേർച്യൂസ്. ഏറ്റവും ഉയർന്ന ഒരു വേർച്യൂ എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റിയാണ്. താഴ്മയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. പിന്നെ 4ാമത്തെ ഒരു ചിന്ത എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഈ ഭൂമിയിലെ ഓട്ടം ഒരുമിച്ചാണ് ഓടുന്നത്. ഓടി അവിടെ എത്തുമ്പോൾ ആർക്കും ഒരു സ്പെഷ്യൽ ഗോൾഡോ സിൽവറോ ബ്രോൺസോ ഒന്നും അവിടെ എടുത്തു വെച്ചിട്ടില്ല. ഒരു കർഷകനാണെങ്കിലും ഏറ്റവും ഉയർന്ന ഫോർബ്സ് ലിസ്റ്റിലുള്ള ഒരു ബിസിനസ്മാൻ ആണ് സ്വർഗത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥലത്ത് എത്തുന്നതെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെന്റാ, അല്ലാതെ വേർതിരിച്ച് ഗോൾഡോ സിൽവറോ ബ്രോൺസോ ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ എന്ന വാക്കിനെക്കാട്ടിലും കൂടുതൽ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണ മനോഭാവം. മത്സരിച്ച് നമ്മൾ ജീവിതത്തിൽ ഓടാതെ മറ്റുള്ളവരെ തള്ളി, മറ്റുള്ളവരെ താഴ്ത്തി, മറ്റുള്ളവരെ തോൽപ്പിച്ച് അങ്ങനെ നമ്മൾ പോകാതെ ഒരുമിച്ച് ഈ ഭൂമിയിലെ ഓട്ടം ഓടുകയാണ്. അപ്പൊ നമ്മൾക്ക് ഒരുമിച്ച് ഉള്ള കൂട്ടായ്മകളാണ് എപ്പോഴും വിജയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു നൊയമ്പിന്റെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു തരുന്ന മാതൃകയും അതാണ്. എനിക്ക് ഈ ഒരു നൊയമ്പിന്റെ ചിന്തയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ചിന്ത എന്ന് പറയുന്നത് യേശുക്രിസ്തു കൂനിയായിട്ടുള്ള സ്ത്രീക്ക് കൊടുത്ത സൗഖ്യമാണ്. കൂന് എന്ന് പറഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടുള്ള കൂന് മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെയും ആത്മീയ ഘട്ടത്തിലെ കൂനുകളാണ്. കാരണം പലപ്പോഴും നമുക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കാതെ നമ്മൾ ഒളിഞ്ഞും പാത്തും ഒക്കെ ഇരിക്കുകയാണ്. നമ്മൾ ദേവാലയങ്ങളിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നിവർന്നു നിൽക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ പല റോങ് ആറ്റിറ്റ്യൂഡും ഉണ്ട്. മറ്റുള്ളവർ നമ്മുടെ മുന്നിൽ കുനിഞ്ഞ് നിൽക്കണം എന്നുള്ള ഒരു ചിന്തയും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു നൊയമ്പിന്റെ കാലഘട്ടത്തിൽ ആ കൂനിയായിട്ടുള്ള സ്ത്രീയെ യേശുക്രിസ്തു കണ്ട് തൊട്ട് സൗഖ്യപ്പെടുത്തി ആ ക്ഷണനേരത്തിൽ അവര് നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ നമുക്കും നമ്മുടെ ആത്മീയവും ശാരീരികവും മാനസികവുമായിട്ടുള്ള കൂനുകൾ നിവർത്തി ദൈവത്തെ കാണാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ഒരു ലക്ഷ്യം.
ഇപ്പൊ നമ്മൾക്ക് ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 2 പകുതിയായിട്ട് നമുക്ക് കാണാം. ആദ്യത്തെ പകുതിയിൽ നമ്മൾ ഒരു പെർഫോമൻസ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ, അല്ലെങ്കിൽ സ്പീഡ്, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം മറ്റുള്ളവരുടെ കയ്യടിയും അപ്രൂവലും, ഒരു പീപ്പിൾ പ്ലീസിങ് ആയിട്ട് നമ്മൾ ആദ്യത്തെ പകുതിയിൽ ഓടും. രണ്ടാമത്തെ പകുതിയിലാണ് നമുക്ക് ശലോമോന്റെ പുസ്തക സഭാപ്രസംഗി പോലെ നമുക്ക് എല്ലാം ഒരു മായയായിട്ട് ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള ഒരു യാത്ര വരുന്നത്. അപ്പോൾ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ഓടേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മക്കളോടും കുടുംബത്തോടും നമ്മുടെ സമൂഹത്തോടും എല്ലാവരോടും നമുക്കൊരു കടപ്പാടുണ്ട്. അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാം, ഒരു കൂട്ടായ്മയുടെ, നിങ്ങൾ പേരൻസ്, ടീച്ചേഴ്സ്, മാനേജ്മെന്റ്, കുട്ടികൾ, സ്റ്റുഡൻസ് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ റിസൾട്ടാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം തന്നെ. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്താ ചോദിച്ചാൽ, ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് യുഗത്തിൽ സ്മാർട്ട് ഫോൺ, സ്മാർട്ട് ക്ലാസ് റൂം, സ്മാർട്ട് വീട്ടമ്മ, സ്മാർട്ട് ബോർഡ് എന്നുള്ള സ്മാർട്ട് എന്ന് നമ്മൾ കേൾക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സ്മാർട്ടിനെക്കാട്ടിലും ബി കൈൻഡ് എന്നാണ്. മനസ്സലിവുള്ള, ആർദ്രതയുള്ള, നല്ല ഹൃദയമുള്ള, നന്മയുള്ള, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, അപരനിലേക്കും പരനിലേക്കും നോട്ടം ഉള്ള, നല്ല ഹൃദയമുള്ള വ്യക്തികളാവുക എന്നാണ്. ബി സ്മാർട്ടിനെക്കാട്ടിലും ബി കൈൻഡ്. അതുപോലെ പേരൻസിനോടുള്ള പാരന്റിങ് ആണെങ്കിലും നമ്മളാണ് ശരിക്കും കുട്ടികളോടൊപ്പം പേരൻസ് ആണ് വളരേണ്ടത്. അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കൊടുക്കുക, എല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാത്തിലും നമ്മൾ ഇൻവോൾവ് ചെയ്യാതെ അവർക്ക് കൂടുതലും പ്രോബ്ലം സോൾവിങ് സ്കിൽസും, അവർ ആ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മളൊരു ലൈറ്റ് ഹൗസ് പോലെ ഇരുന്ന് അവർക്ക് ഗൈഡൻസും വെളിച്ചവും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു കഥയാകും. അങ്ങനെയാണല്ലോ മനുഷ്യ ജീവിതം, എല്ലാവരും ഒരു ഓർമ്മയാകും. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ലൊരു ഓർമ്മയാകാം, എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുന്ന നമ്മുടെ വാക്കുകൾ കൊണ്ട്, പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വാക്ക് വളരെ ശക്തമാണ്. അപ്പം നമുക്ക് ഈ ഒരു നൊയമ്പിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്ക് ചിന്തിക്കാം, മറ്റുള്ളവരെ മുറിവ് ഏൽപ്പിക്കുന്നത് അല്ലാതെ മുറിവ് ഉണക്കുന്ന വാക്കുകൾ നമ്മുടെ നാക്കിൽ നിന്ന് വരട്ടെ. സമാധാനവും ഒക്കെ നൽകുന്ന വാക്കുകൾ വേണം നമ്മൾ സംസാരിക്കാൻ. നമ്മുടെ കുഞ്ഞുമക്കളും അതുപോലെ ഒരാളെ കാണുകയാണെങ്കിൽ, ഒരാളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അത് നേരിട്ട് ഒരു അപ്രീസിയേഷൻ, അക്നോളജ്മെന്റ്, ഒരു നന്മ കണ്ടെത്തുകയാണ് നമ്മൾ വേണ്ടത്. കാരണം കൂടുതലും നമ്മൾ കുറ്റം കാണാനുള്ള ഒരു മനോഭാവമാണ് ഇന്ന് കൂടുതലും ലോകത്തുള്ളത്. അപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ, നന്മ മാത്രം, നന്ദി ഉള്ള വർത്തമാനങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന ആ ഒരു സ്വർഗം തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ നമ്മുടെ കൂനുകളൊക്കെ നിവരട്ടെ. നമ്മുടെ ആ കാപട്യങ്ങളും വേഷം കെട്ടലുകളും ഒക്കെ മാറ്റിയാൽ തന്നെ നമ്മളെല്ലാവരും നല്ല ഒരു വ്യക്തിയായി. അപ്പോൾ ഈ ഒരു കോൺവെക്കേഷൻ ദിനത്തില് നിങ്ങൾ എല്ലാവരും ഈ ഒരു ഏപ്രിൽ മെയ് മാസം 2 മാസം ഹോളിഡേ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ മൊബൈൽ ഫോണൊന്നും അധികം ഉപയോഗിക്കാതെ നമ്മുടെ ഈ ഒരു 44 നദികളും 34 കായലുകളും കുളങ്ങളും തോടുകളും ഒക്കെയുള്ള കൊച്ചു കേരളത്തില് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് മുങ്ങി മരണമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് എന്താ ചോദിച്ചാൽ, നിങ്ങൾ ഒന്ന് നീന്തൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു നീന്തൽ പരിശീലകന്റെ സഹായത്തോടു കൂടി, ഒരു സ്വിമ്മിംഗ് ഇൻസ്ട്രക്ടറിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നീന്തൽ പഠിക്കാൻ പറ്റും. കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ഏറ്റവും അറിയേണ്ട ഒരു ലൈഫ് സ്കില്ല് സ്വിമ്മിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് 2 മാസം നിങ്ങളുടെ മുന്നിൽ നല്ല വിസ്തരിച്ച് കിടപ്പുണ്ട്. നല്ല സ്വിമ്മിംഗ് ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെ ധാരാളം നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. നിങ്ങൾ നീന്തൽ പഠിക്കുക, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെസ്സും പഠിക്കുക. കാരണം അത് ഇന്ത്യയുടെ കളിയാണ്. എപ്പോഴും തമിഴ്നാടാണ് ചെസ്സിന്റെ കിരീടം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി കേരളത്തിൽ നിന്നുമൊക്കെ ഒരു കിരീടം വരട്ടെ. അതിനോടൊപ്പം ഈ വർഷം വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുകയാണല്ലോ അല്ലേ? നിങ്ങളെല്ലാം മെസ്സിയുടെയും നെയ്മറിന്റെ ഒക്കെ ആരാധകരാണോ? റൊണാൾഡോ? ഈ വർഷം വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ഫുട്ബോളിന്റെ ആരാധകരാണ്. അപ്പൊ ഇനി വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നുമൊക്കെ വേൾഡ് കപ്പ് ഫൈനൽസിൽ ഇന്ത്യൻ ടീം വരണം എന്നുള്ള ഒരു സ്വപ്നം നിങ്ങളും കൂടി ഒരുമിച്ച് കാണണം. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. ഒരു കൂട്ടായ്മ
ആണ് ഏതൊരു സ്വപ്നവും വിജയിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കാണുന്ന സ്വപ്നമാണ് പൂവണിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേനൽ അവധിക്കാലം നിങ്ങൾ മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ നീന്തൽ പഠിച്ചും അതുപോലെ തന്നെ ചെസ് പഠിച്ചും അങ്ങനെ യൂട്യൂബൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്യൂട്ടോറിയൽസ്, ഇതിൻ്റെയൊക്കെ ചെസ്സിൻ്റെയൊക്കെ നല്ല ട്യൂട്ടോറിയൽസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വിവേകത്തോടു കൂടി നിങ്ങളുടെ മുന്നിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക, പിക്ക് ചെയ്യുക, തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹമായിട്ട് തന്നിരിക്കുന്ന ഈ കൊച്ചു ജീവിതം നിങ്ങൾക്കും ഒരു അനുഗ്രഹമാവും, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു അനുഗ്രഹമാവും. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നൊയമ്പിന്റെ ഈ ഹോളി വീക്ക് ദൈവത്തിന്റെ അനുഗ്രഹവും സംരക്ഷണവും എല്ലാവിധത്തിലുള്ള ബ്ലെസ്സിങ്സും യേശുക്രിസ്തു സമൃദ്ധിയായിട്ട് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Parents, teachers, and my dear friends, first of all, I extend the most sincere gratitude to Almighty God for giving us this beautiful event. We are immensely grateful to the management and the principal of Kannur Nursery. Thank you, dear Sister Francina, for your support, guidance, and the constant encouragement. Sister Sherry, for your valuable support and presence. I extend a sincere thanks to our dear parents for your love and support and care. For your constant accompaniment and love. Thank you, Miss. Thank you, dear Miss May.